ശ്രീ ഉല്ലാസ് കോവൂർ, ഇപ്പോൾ താങ്കൾ ആ സ്കൂളിൽ തന്നെ പഠിച്ച ആളാണെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? തീർച്ചയായും. അതെ. ഇപ്പോൾ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങളൊന്നും പെട്ടിരുന്നില്ല എന്നാണോ? ഇത് കുറെ കാലങ്ങളായി ഇങ്ങനെ വൈദ്യുതി ലൈൻ കിടപ്പുണ്ട് അവിടെ എന്ന് പറയുന്നു, അതുപോലെ ഒരു സൈക്കിൾ ഷെഡ് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും താങ്കളുടെയും ശ്രദ്ധയിൽ പെട്ടിരുന്നില്ലേ ഉല്ലാസ് കോവൂർ? അതെ ശ്രീമതി അനുജ, ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക അധികാര കേന്ദ്രത്തെ പോലെയാണ്. ഇവിടെ CPM അല്ലാത്ത ഒരാളിനെയും അവിടുത്തെ ഒരു പൊതുപരിപാടിക്കും സംഘടിപ്പിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉച്ചക്കഞ്ഞി വിതരണ കമ്മിറ്റിയുണ്ട്. അതാണല്ലോ സ്കൂളിനെ സംബന്ധിച്ച് ഒരു ചെറിയ കമ്മിറ്റിയാണ്, PTA താഴെ നിൽക്കുന്ന ഉച്ചക്കഞ്ഞി വിതരണ കമ്മിറ്റി. ആ ഉച്ചക്കഞ്ഞി വിതരണ കമ്മിറ്റിയിൽ പോലും UDF ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഉൾപ്പെടുത്താത്ത, ക്ഷണിക്കാത്ത ഒരു മാനേജ്മെന്റ്. ഇനി അവിടെ സാംസ്കാരിക പരിപാടികൾ, വിദ്യാഭ്യാസ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അവിടെ അവർക്ക് അവരുടേതായ അല്ല, അങ്ങനെയല്ല ശ്രീ ഉല്ലാസ് കോവൂർ, എന്റെ ചോദ്യം അതല്ല. ഇപ്പോൾ അവിടെ അങ്ങനെ ആ തരത്തിലേക്ക് പ്രത്യേക നിയമങ്ങളുമൊക്കെയായി, അല്ലെങ്കിൽ ഒരു നിയമവും ബാധകമാകാത്ത തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ് ശ്രീ ഉല്ലാസ് കോവൂർ. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഇതിപ്പോ അവർ ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെ താങ്കൾക്ക് ഇതിലൊരു ഇടപെടൽ നടത്താമായിരുന്നല്ലോ. കാരണം ഇത് ജീവന ഭീഷണിയായി നിൽക്കുന്ന കാര്യമാണ്, കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഒരു ഇടപെടൽ വേണമെന്ന് താങ്കൾക്ക് പറയാവുന്ന വിഷയമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരെ ഒന്നും ആ സ്കൂളിന്റെ 7 അയലത്ത് സഹകരിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് അല്ല എന്ന് ഈ ദുരന്തമുഖത്ത് വന്നു നിന്ന് പറയുന്നതിനോട് വിഷമമുണ്ടെങ്കിലും യാഥാർത്ഥ്യ ബോധം ഞങ്ങളെ അതിന് അനുവദിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമപഞ്ചായത്തിനെ പോലും പല കാര്യങ്ങളിലും സഹകരിപ്പിക്കാത്ത ഒരു മാനേജ്മെന്റ്. താങ്കൾ ഇത് എവിടെയെങ്കിലും പറയാൻ ശ്രമിച്ചോ എന്നിട്ട് പരാജയപ്പെട്ടു പോയതാണോ? പ്രത്യേക അധികാര കേന്ദ്രമായി പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് അല്ല, ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ മാത്രമല്ല, രക്ഷിതാക്കളടക്കം ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ സ്കൂളിലേക്ക് ഒരു പ്രവേശനവും മറ്റാർക്കുമില്ല. ഇവിടെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം അല്ല, ഇതിപ്പോ KSEBയുടെ അടുത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കാൻ താങ്കൾക്ക് മാനേജ്മെന്റിന്റെ അനുവാദമൊന്നും വേണ്ടല്ലോ ഉല്ലാസ് കോവൂർ. മാനേജ്മെന്റ് ഇപ്പോ KSEBയോട് തന്നെ, ചുരുങ്ങിയ പക്ഷം KSEBയോട് പറയാം, ഇതിങ്ങനെ കമ്പി താഴ്ന്നു പോകുന്നത് അപകടകരമാണ്, ഇതിന് നിങ്ങൾ എന്തെങ്കിലും പരിഹാരം കാണണം എന്ന് പറയാം. അനധികൃത ഷെഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ചോദിക്കാൻ താങ്കൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ലല്ലോ ഉല്ലാസ് കോവൂർ. ശ്രീമതി അനുജ, ഞാൻ അതിലേക്കാണ് വന്നത്. ഇവിടെ ഈ സ്കൂളിന്റെ ഒരു പ്രവർത്തനങ്ങളിലും 7 അയലത്ത് പോലും CPM അല്ലാത്ത CPIക്കാരെ പോലും അടുപ്പിക്കാറില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാൻ കഴിയുക? താങ്കൾ വീണ്ടും പറയുന്നത് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല ഉല്ലാസ് കോവൂർ. ഒന്ന് കേൾക്കൂ, എന്റെ ചോദ്യം അതല്ല. ഈ മാനേജ്മെന്റുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ താങ്കൾക്ക് ഇത് KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്താമല്ലോ. ഇങ്ങനെ ഒരു കാര്യം താങ്കൾക്കറിയാമെങ്കിൽ ഇത് KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് എന്താണ് കുഴപ്പം? അതിന് ആരുടെ അനുവാദമാണ് താങ്കൾക്ക് വേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ ഒരു ഭാരവാഹിയാണ്, RSPയുടെ, ഇപ്പോൾ RYFന്റെ ഭാരവാഹിയാണ് താങ്കൾ, പൊതുപ്രവർത്തകനാണ്. ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രശ്നം. RSPയുടേതാണ് അല്ലെങ്കിൽ ശ്രീമതി അനുജ എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് K സോമപ്രസാദ് ലീഡ് ചെയ്യുന്ന ഒരു സ്കൂളാണിത്. അവിടെ നിർദ്ദേശങ്ങൾ തരുന്നത് ജില്ലാ കമ്മിറ്റികളാണ്. അവിടുത്തെ മാനേജർ എന്ന് പറയുന്നത് CPIMന്റെ മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അവിടേക്ക് UDFക്കാരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ പോലും സഹകരിപ്പിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ആ സ്കൂളിന്റെ ഒരു പ്രവർത്തനങ്ങളിലും അഭിപ്രായം പ്രകടിപ്പിക്കാനോ നിർദ്ദേശങ്ങൾ വെക്കാനോ ഞങ്ങൾക്ക് സ്പേസ് ഇല്ല. അങ്ങനെ സ്പേസ് ഇല്ലാത്ത ഒരിടത്തേക്ക് കയറി ചെന്ന് എങ്ങനെയാണ് ഞങ്ങൾ ഇത് പറയേണ്ടത്? അതാണ് ശ്രീമതി അനുജ ചർച്ച ചെയ്യപ്പെടുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. അവിടെ രക്ഷിതാക്കൾ നിരവധിയായി പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലെ പല രക്ഷിതാക്കളും എന്നോട് പറഞ്ഞു. ഈ ലൈൻ അപകടമാണ്, താഴെ ടിൻഷീറ്റുകളാൽ സ്ക്വയർ ട്യൂബുകളാൽ നിർമ്മിക്കപ്പെട്ട അനധികൃതമായ ഒരു സൈക്കിൾ ഷെഡുണ്ട്, ഈ ലൈൻ പൊട്ടി അതിലേക്ക് വീണാൽ ഏത് നിമിഷവും അപകടം ഉണ്ടാവുമെന്ന് വൈദ്യുതി വകുപ്പ് തേവലക്കര സെക്ഷനിലെ AE അടക്കം ഉദ്യോഗസ്ഥരടക്കം
2 ദിവസത്തിന് മുമ്പ് കൂടിയ മോണിറ്ററിംഗ് കമ്മിറ്റിയിലും ഈ സ്കൂൾ മാനേജ്മെന്റിനെ ധരിപ്പിച്ചിരുന്നു. വളരെ നിസാരവൽക്കരിച്ചാണ് ഈ വിഷയത്തെ സമീപിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ദാരുണമായ, ഇവിടെ റെജി ലൂക്കോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷയാകേണ്ടിയിരുന്ന നമ്മുടെ ഒരു കുഞ്ഞു പൈതലിനെ നമുക്ക് നഷ്ടപ്പെട്ടത്. അവിടെ ഞങ്ങൾ ആരും ഈ വിഷയത്തിൽ തുടക്കത്തിൽ രാഷ്ട്രീയപരമായി സങ്കുചിതമായി ഈ വിഷയങ്ങളൊന്നും സമീപിച്ചില്ല. പക്ഷെ ഇന്നലെ നടന്നത് എന്താണ്? ഇന്നലെ നടന്നത് ഈ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി, അവരൊരു മാതാവ് കൂടിയല്ലേ ശ്രീമതി ചിഞ്ചു റാണി, ഈ കുഞ്ഞിന്റെ മരണം കേട്ട് വിറങ്ങലിച്ച് ഈ നാട് നിൽക്കുമ്പോ ആ മരണ വാർത്തയുടെ പുറത്തേക്ക് കയറി നിന്ന് ആനന്ദ നൃത്തം ചവിട്ടിയത് ഈ കേരളത്തിലല്ലേ അനുജ? അങ്ങനെ രാഷ്ട്രീയം പറയുമ്പോൾ ശ്രീ റെജി ലൂക്കോസ്, ഞങ്ങളും രാഷ്ട്രീയം പറയണ്ടേ? ഈ കുഞ്ഞ് വലിഞ്ഞു കയറി ചെന്ന് മരണം ഇരന്ന് വാങ്ങിച്ചതാണെന്ന് ഈ കേരളത്തിലെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഇവിടുത്തെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. ഇന്നിപ്പോൾ അവർ അത് തിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേതൃത്വത്തിൽ നിന്ന് അവർക്ക് കർക്കശമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സാമാന്യ ബോധം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നമുക്കൊന്നും യോജിക്കാൻ പറ്റാത്ത പരാമർശം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത് എന്നതിൽ ഒരു തർക്കവുമില്ല.